It's me, CA Amal Unnikrishnan, your faculty at Indian Institute of Commerce, Lakshya. നമുക്കെല്ലാവർക്കും അറിയാം, റീസെൻ്റ്ലി IIC ഒരു നോട്ടിഫിക്കേഷനിലൂടെ പുതിയ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുറേ ഡൗട്ട്സ് ഉണ്ട് എങ്ങനെയായിരിക്കും പുതിയ സ്കീം എന്നുള്ളതിൽ. ലക്ഷ്യ ഓൾറെഡി അതിൻ്റെ കുറേ ക്ലാരിഫിക്കേഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, മെയ് 2024 ന്യൂ സ്കീമിലുള്ള ഫസ്റ്റ് CA ഫൈനൽ അല്ലെങ്കിൽ CA ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ജൂൺ 24 ഫൗണ്ടേഷൻ എക്സാം നടക്കും. അപ്പോൾ നമുക്കറിയേണ്ടത് മെയിൻലി ഇനി അങ്ങോട്ടുള്ള പുതിയ സ്കീം ഓഫ് എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളത്, സബ്ജക്റ്റ് മാറിയിട്ടുണ്ടോ, എക്സാം പാറ്റേൺസ് മാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ശരിക്കും പറഞ്ഞാൽ സിലബസ് മാത്രമല്ല, ഒരു എൻ്റയർ സ്ട്രക്ചർ തന്നെ മാറിയിട്ടുണ്ട്. നോട്ട് ഓൺലി ദ സബ്ജക്റ്റ് ബട്ട് മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, IIC ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫൗണ്ടേഷനിൽ എങ്ങനെയാണ് മാറ്റങ്ങളുള്ളത്, ഇൻ്റർമീഡിയറ്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളത്, ആർട്ടിക്കിൾഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണുള്ളത്, അവിടെ എന്തൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആണ് വന്നത്, വി ഹാവ് ടു ഡിസ്കസ്. ആൻഡ് ലാസ്റ്റ് ഫൈനൽ എക്സാമിനേഷൻ സ്കീമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. ഈ 3 സ്റ്റേജിലും നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട്, ബേസിക്കലി 3 ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ അനലൈസ് ചെയ്യണം. ഒരു 4 സ്റ്റേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യാം. ഓക്കെ, വെൻ ഇറ്റ് കം ടു ഫൗണ്ടേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം CAയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഒരു +2 ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് CA എന്ന് പറയുന്ന ഒരു കരിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു കംപ്ലീറ്റ് CA ഫൗണ്ടേഷൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. CA ഫൗണ്ടേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 പേപ്പേഴ്സാണുള്ളത്. അക്കൗണ്ടൻസി, ദെൻ എക്കണോമിക്സ്, ദെൻ ദർ ഈസ് ലോ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 4 പേപ്പറായിരിക്കും നമ്മൾ കവർ ചെയ്യേണ്ടി വരിക. ഈ 4 പേപ്പറിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ള സബ്ജക്റ്റായിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പോകുന്നില്ല, 4 പേപ്പറിനെ കുറിച്ച് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പറിൽ 100 മാർക്സിൻ്റെ പേപ്പറാണ്. ഇറ്റ് വിൽ ബി എ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ. ദെൻ ഇറ്റ് കം ടു ലോയും എന്തായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. ബാക്കിയുള്ള ഇക്കണോമിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് യുവർ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്. ഇത്രയും പേപ്പർ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി MCQ. ഇക്കണോമിക്സും MCQ ആയിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും MCQ ആയിരിക്കും. ബാക്കിയുള്ള 2 പേപ്പേഴ്സ്, ദാറ്റ് ഈസ് അക്കൗണ്ടൻസി ആൻഡ് ലോ, ഇറ്റ് വിൽ ബി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. സാറേ പാസ് മാർക്ക് എങ്ങനെയാണ്? പാസ് മാർക്കിലൊന്നും പണ്ടത്തേതും പുതിയ സിലബസുമായിട്ട് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഇൻഡിവിജ്വൽ പേപ്പർ പാസ്സാവാൻ 40% മാർക്ക് വാങ്ങിക്കണം, വിച്ച് മീൻസ് 40 മാർക്സ്. സാറേ എല്ലാ സബ്ജക്റ്റിലും 40 മേടിച്ചാൽ പാസ്സാവോ? ഇല്ല. ഇൻ ആഗ്രിഗേറ്റ് 4 കൂടി നിങ്ങൾ എത്ര മേടിക്കണം മക്കളെ? 50% മാർക്ക് മേടിക്കണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഫൗണ്ടേഷനിലെ മാർക്കിങ്ങിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് വെൻ ഇറ്റ് കം ടു MCQ പേപ്പർ, ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവും, നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ടാവും. സോ അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പുതിയ സിലബസിലും ആ നെഗറ്റീവ് മാർക്കിങ്ങിൽ മാറ്റമൊന്നും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,